പ്രതിസന്ധിയിലായ സപ്ലൈകോയെ രക്ഷിക്കാൻ വേറിട്ട പരീക്ഷണങ്ങൾക്കൊരുങ്ങി സർക്കാർ. സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കൂട്ടിയാൽ 13 ഇനം സാധനങ്ങൾ എപ്പോഴും ഉറപ്പാക്കാനാകുമെന്ന് 3-അംഗ സമിതി നിർദ്ദേശിച്ചു. വിപണി വിലയുടെ 25% കുറച്ച് സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാനുള്ള നിർദ്ദേശത്തിൽ ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടി. മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾ 13 എണ്ണത്തിൽ നിന്ന് 20ലേക്ക് ഉയരും. റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ള 13 എണ്ണം തെരഞ്ഞെടുക്കാം. ഒരിനം സ്റ്റോക്കില്ലായെങ്കിലും മറ്റൊന്ന് പകരം നൽകാനാകും. ഇതോടെ സപ്ലൈകോയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അതേസമയം സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള 3-അംഗ സമിതിയുടെ നിർദ്ദേശം പൊതുജനങ്ങളുടെ നടുവൊടിക്കും. നിലവിലെ വിപണി വില കണക്കാക്കി അതിൽ നിന്നും 25% തുക കുറച്ച് വില നിശ്ചയിക്കാനാണ് ആലോചന. ഫലത്തിൽ ആകെ സാധനങ്ങൾ വാങ്ങുമ്പോൾ 200 രൂപ വരെ കൂടുതൽ നൽകേണ്ടി വരും. UDF സർക്കാർ 2016-ൽ 25% തുക കുറച്ചാണ് വില നിശ്ചയിച്ചത് എന്നും അതേ മാതൃക പിന്തുടരുന്നതാണ് പരിഗണനയിലെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നു. ഈ നിർദ്ദേശങ്ങളെല്ലാം ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്ന ശേഷം മാത്രമേ വിലവർധനയും പരിഷ്കാരങ്ങളും മന്ത്രിസഭ പരിഗണിക്കൂ. ആദിൽ പാലോട്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.